ഇംതിയാസ്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെ, എന്താണ് സംഭവിക്കുന്നതിനുള്ള ആശങ്കയിൽ തന്നെയാണ് നമ്മളൊക്കെയും ഉള്ളത്. എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് പുതുതായി ലഭ്യമാകുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തതയാകുന്നുണ്ട്? ഈ വനത്തിലേക്ക് പോയിട്ടുള്ള സംഘം, അതായത് ഈ 500 മീറ്റർ മാറി അപകടം നടന്ന സ്ഥലത്തേക്ക് പോയിട്ടുള്ള സംഘം തിരികെ എത്താൻ ഇനിയും കുറെ സമയമാകുമോ? എന്താണ് ആ വനപാലകരിൽ നിന്ന് അവരിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ആറാട്ടി അംഗത്തിന് കടുവയുടെ ആക്രമണമേറ്റ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും ആളുകളും എല്ലാം തന്നെ ഉള്ളത്. അവിടുന്ന് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ റോഡിലൂടെ അവർ തിരിച്ചു വരണം. അതിൽ നേരത്തെ പോയ ഒരു 2-3 ഉദ്യോഗസ്ഥർ ഇപ്പോൾ വരുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷേ അത് അരുൺ സക്രി അടക്കമുള്ള സംഘമല്ല, നേരത്തെ പോയ വനപാലക ഉദ്യോഗസ്ഥരാണ് അത്. അവരിപ്പോൾ തിരിച്ചിറങ്ങി വരുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവരെ, അതായത് പരിക്കേറ്റ ജയസൂര്യയുമായിട്ടുള്ള വാഹനം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുമില്ല. അവരെ കൊണ്ട് ഇപ്പോൾ ഒരു വാഹനം വളരെ വേഗതയിൽ ഇങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ വനവകുപ്പിന് ഒരു വാഹനം അതിവേഗം കടന്നു പോയിരിക്കുന്നു. നമ്മൾ നേരത്തെ മിനിസ്റ്ററോട് സംസാരിച്ചപ്പോഴും ഈ പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ സൂര്യ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അതിലൊരു കൺഫർമേഷൻ വേണം. കാരണം ഇവിടെ നിന്ന് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണെങ്കിൽ അതിവേഗമാണ് ആ തറാട്ടിൽ നിന്ന്, ഈ വനാതിർത്തിയിൽ നിന്ന് ആ വാഹനം പാഞ്ഞു വരുന്നത്. ഇല്ല, ചെറിയ പരിക്കേ ഉള്ളൂ. എങ്ങോട്ടാണ് കൊണ്ടുപോയത് കൃത്യം എനിക്കറിയില്ല. കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. കൂടുതൽ വിവരം സുഹൃത്തെ കിട്ടിയിട്ടില്ല. അല്ല, അതിനെ കുറിച്ച് കൂടുതൽ ഒന്നും പറയാം. ഇല്ല, ഞാൻ കുറച്ച് പരിക്കല്ല, വലത് കൈക്കാണ് പരിക്കേറ്റത് അല്ലേ? ഇല്ല, ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉള്ളൂ. പരിക്ക് അക്ഷയ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്ര വലിയ പരിക്കൊന്നുമല്ല ഏറ്റതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത്ര ഗുരുതരമല്ല, നിസ്സാരമായ പരിക്കാണ് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇംതിയാസ്, ഇപ്പോൾ പോയ വാഹനത്തിലാണോ ജയസൂര്യ ഉള്ളത്? അതെ, അദ്ദേഹത്തെ, അതായത് പരിക്കേറ്റ ജയസൂര്യയും വഹിച്ചുകൊണ്ടുള്ള വാഹനമാണ് അതിവേഗതയിൽ ഇപ്പോൾ പോകുന്നതായി നമ്മൾ കണ്ടത്. അതായത് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ ആ വാഹനം പോയിട്ടുള്ളത്. വളരെ വേഗതയിൽ പോകുന്നുണ്ട്. അദ്ദേഹം വാഹനത്തിൽ ഇരിക്കുന്ന നിലയിലാണ് നമ്മൾ കണ്ടത്. അതിൽ നിന്ന് തന്നെ നമുക്ക് പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ള കാര്യം വ്യക്തമാവുന്നുമുണ്ട്. എന്തായാലും അത് ആശ്വസിക്കാവുന്ന ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ കടുവ അവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ മേലിലേക്ക്, അതായത് പരിശോധന നടത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മേലിലേക്ക് ചാടി വീഴുകയായിരുന്നു. ആ ചാടി വീഴുന്ന സമയത്ത് വലത് കൈക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ആ പരിക്കേൽക്കുന്ന സമയത്ത് ഈ പരിക്കേറ്റതിന്റെ തന്നെ നഖത്തിന്റെ പാടുകളടക്കം അദ്ദേഹത്തിന്റെ കൈകളിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അത് അത്ര ഗുരുതരമല്ല, നിസ്സാരമായ പരിക്കാണ് എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നതാണ്. ഗുരുതരമായിട്ടുള്ള ദേഹമാസകലമൊക്കെ പരിക്കേറ്റു എന്നൊക്കെ വിവരമായിരുന്നു നേരത്തെ ലഭ്യമായതെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടു അല്പം മുൻപ് കടന്നു പോയിട്ടുള്ള ആ വാഹനത്തിൽ ജയസൂര്യയുമുണ്ട്. അദ്ദേഹം വാഹനത്തിൽ ഇരിക്കുകയാണ്. കൈക്ക് ചെറിയ സ്ക്രാച്ച്, ചെറിയ രീതിയിൽ ചെറിയ പരിക്ക് മാത്രമാണ് പറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യം ആ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു.